എബിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മളുടെ സ്നേഹവീട് ഒരുക്കാം എന്ന പദ്ധതിയുടെ ഭാഗമായി. എബിൻ നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. എബിൻ എവിടെയാണ് വീട്? എബിൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനുണ്ട്, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ ഉണ്ട്, എനിക്കൊരു മോളും ഉണ്ട്. പറയൂ എബിൻ. ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ കോട്ടയത്താ. ഓ, എബിന്റെ വീട് പുതുശ്ശേരിക്കടവ്. പുതുശ്ശേരിക്കടവ്, പടിഞ്ഞാറത്ര പുതുശ്ശേരിക്കടവ്. ഓ, പടിഞ്ഞാറത്ര. അത് മേപ്പാടിയിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ടോ? മേപ്പാടിയിൽ നിന്നൊരു 10-30 കിലോമീറ്റർ അടുത്ത് കാണുമായിരിക്കും. 30 കിലോമീറ്ററിന്റെ അടുത്ത് കാണുമായിരിക്കും. എബിൻ അവിടെ ഒരു വീടുണ്ട്, ഒഴിഞ്ഞു കിടക്കുകയാണോ? അവിടെ വീടുണ്ട്. എന്തോ ഇപ്പൊ ഒഴിഞ്ഞു കിടക്കുകയാണോ ആ വീട്? അതെ 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 അതെ. എത്ര മുറികളുള്ള വീടാണ് എബിൻ? 2 മുറി. 2 മുറിയും ബാത്റൂമും ഉണ്ട്. 2 മുറി, ബാത്റൂം, കിച്ചൺ ഉണ്ട്, ഒരു ചെറിയ ഹാളുണ്ട്. ടെറസ് വീടാണോ ഓട് വീടാണോ? അല്ലല്ല, നമ്മുടെ ഷീറ്റ് ഇട്ട, ഹോസ്പിറ്റൽ ഷീറ്റ് ഇട്ടതാ. ഇനി അതിനകത്ത് വലിയ റിപ്പയറിംഗ് വർക്കൊന്നും ആവശ്യമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്. ഇപ്പൊ നിലവില് മമ്മി അവിടെ, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഇങ്ങനെ ജോലിയുടെ ആവശ്യമായിട്ട് മാറിയിരുന്നേ ഉള്ളൂ. ഓക്കെ, മമ്മി അവിടെ ഉണ്ടോ ഇപ്പൊ? മമ്മി പെങ്ങളുടെ കൂടെ അമ്പലവേലുള്ള, ഈ മേപ്പാടിക്കടുത്ത് അമ്പലവേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ ഒരു കുടുംബത്തിന് തൽക്കാലം അത് കൊടുക്കാൻ എബിൻ തയ്യാറാണ്? ഈ വാടക താൽക്കാലികമായിട്ട് വേണ്ട. തയ്യാറാ, കുഴപ്പമില്ല. ഓക്കെ, വാടകയൊന്നും വേണ്ട എന്നാണ് എബിൻ പറയുന്നത് അല്ലേ? വാടകയൊന്നും വേണ്ട. ഇത് മമ്മിയായിട്ട് എല്ലാ സൗകര്യങ്ങളുണ്ട്. എല്ലാവരുമായിട്ട് ആലോചിച്ചു. എല്ലാ സൗകര്യങ്ങളുണ്ട്. കട്ടിലുണ്ട്, പിന്നെ കിച്ചണിന്റെ സാധനങ്ങൾ, പാത്രങ്ങളെല്ലാം ഉപയോഗിക്കാം. ഗ്യാസ് ഉപയോഗിക്കാം, സ്റ്റവ് ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് എബിൻ കൊടുക്കാമെന്ന് പറയുന്നത്. അതെ അതെ. ബെഡുണ്ട്, കിടക്കയുണ്ട്, വകുപ്പുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. സന്തോഷമുള്ള കാര്യം. എബിന്റെ മമ്മിയുടെ പേരെന്താ? മമ്മിയുടെ പേര് മേരി. മമ്മി പൂർണ്ണമായും തൃപ്തി അറിയിച്ചോ? സാധാരണ ഈ വീടിങ്ങനെ പഴകി വരുന്ന സമയത്ത് അത് വാടക കൊടുക്കണോ എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ, സ്വാഭാവികമായി. ഇല്ല, ഇപ്പൊ താമസിക്കാൻ അവർക്ക് കിടക്കാൻ സൗകര്യം ഒക്കെ വേണ്ട, അതുകൊണ്ട് സന്തോഷമൊക്കെ അല്ലേ അവർ കഴിയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സർക്കാരിന് കൊടുക്കുന്ന ലിസ്റ്റിൽ എബിന്റെ പേര് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ദൂരവും കൂടി നമ്മളൊന്ന് രേഖപ്പെടുത്തും. കാര്യം സർക്കാരിന് പെട്ടെന്ന് തിരിച്ചറിയാൻ. അവിടെ വന്ന് താമസിക്കാൻ താല്പര്യമുള്ള ഒരു കുടുംബത്തിന് എബിന്റെ വീട്ടിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കുന്ന വീട്, അങ്ങനെ തന്നെ നമുക്കത് രേഖപ്പെടുത്താം. ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കുന്ന വീടാണ് എബിൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വാടകയൊന്നും ആവശ്യമില്ല എന്ന് കൂടി എബിൻ പറയുന്നു. താങ്ക് യു എബിൻ. അത് നല്ല മനസ്സിന് നന്ദി. ഒരിക്കൽ കൂടി കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകരുടെയും നന്ദി എബിനെ അറിയിക്കുകയാണ്.